പുതിയ KPCC അധ്യക്ഷനെ 2 ദിവസത്തിനുള്ളിൽ അറിയാം. കെ സുധാകരനുമായി ഹൈക്കമാൻഡ് വീണ്ടും ചർച്ച നടത്തി. സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ അതൃപ്തി അറിയിച്ച് ഹൈക്കമാൻഡ്. KPCC പുനഃസംഘടനയിൽ കോൺഗ്രസിനെതിരെ യൂത്ത് കോൺഗ്രസ്. KPCC പുനഃസംഘടനയിലെ അനിശ്ചിതത്വം ഒഴിവാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞു. പുനഃസംഘടന നീണ്ടുപോകുന്നത് പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. സമൂഹ മാധ്യമത്തിലൂടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഈ പുനഃസംഘടന നീട്ടിക്കൊണ്ട് പോകരുത്, അത് ഈ അനിശ്ചിതത്വം പാർട്ടിക്ക് തന്നെ വലിയ തരത്തിൽ ക്ഷീണമുണ്ടാക്കും. മാത്രവുമല്ല, പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തുമെന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം ഏറെ ദിവസങ്ങളായി ഇത്തരം ചർച്ചകൾ KPCC അധ്യക്ഷനെയും പുനഃസംഘടനയെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ വളരെ രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം ഇനി വരാൻ പോകുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്. തൊട്ടു പിന്നാലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തകരുടെ മനോവീര്യം കെടുത്താതെ തന്നെ വളരെ വേഗത്തിൽ ഒരു പുനഃസംഘടന എന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. ഇന്നും കാര്യമായ ചർച്ചകൾ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് AICC നേതൃത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ AICC നേതാക്കളായ ദീപാദാസ് മുൻഷിയും ഒപ്പം KC വേണുഗോപാലും കേരളത്തിലുണ്ടായിരുന്നു. അവർ ഏകദേശം 1 മണിക്കൂർ സമയം കെ സുധാകരനുമായി ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അതിനിടയിലാണ് കെ സുധാകരൻ ഈ പരസ്യ പ്രസ്താവനകളും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും ുള്ള അതൃപ്തി അറിയിക്കുകയും ചെയ്തത്. ഇനി AICC നേതാക്കൾ വീണ്ടും ഇന്നോ നാളെയോ യോഗം ചേരും. അതിനുശേഷം പുനഃസംഘടന സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ മെയ് 2-ാം തീയതിയാണ് കെ സുധാകരനെ ന്യൂഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ട് ചർച്ച നടത്തിയത്. മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയിരുന്നു. കാരണം കേരളത്തിൽ നിന്നുള്ള വലിയ തരത്തിലെ എതിർപ്പ് കെ സുധാകരനെതിരെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെ ദീപാദാസ് മുൻഷിയോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ, അതായത് ദീപാദാസ് മുൻഷി ഇവിടെ എത്തി കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുമായി മുതിർന്ന നേതാക്കന്മാരുമായി ഒറ്റയ്ക്കും ഗ്രൂപ്പായും ചർച്ചകൾ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷമാണ് KPCCയിലെ പുനഃസംഘടന എന്ന കാര്യത്തിലേക്ക് ഹൈക്കമാൻഡും AICC നേതൃത്വവും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നത്. എന്നാൽ ആ ചർച്ച പുനഃസംഘടനയുടേതല്ലായിരുന്നു. കേരളത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകളായിരുന്നുവെന്നും അല്ലാതെ തന്നെ മാറ്റം സംബന്ധിച്ച ചർച്ചകളില്ലായിരുന്നുവെന്നുമാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ പ്രതികരിച്ചത്. ഇതാണ് AICC വൃത്തങ്ങളെ വല്ലാതെ വെട്ടിലാക്കിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് അവർ ഈ പരസ്യ പ്രസ്താവനകൾക്കെതിരെ അതൃപ്തി അറിയിക്കുകയും ചെയ്തത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ആന്റോ ആന്റണി MP-യുടെ പേരും ഒപ്പം സണ്ണി ജോസഫ് MLA-യുടെ പേരുമാണ് ഇപ്പോൾ സജീവ പരിഗണനയിലുള്ളത്. എന്നാൽ ആന്റോ ആന്റണിക്ക് MP ആക്കുന്നതിന് ഒരു വലിയ നേതൃനിരയ്ക്ക് തന്നെ വിയോജിപ്പുണ്ട്. അത് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള ഒരാളിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് പാർട്ടിയുടെ തീരുമാനം. കാരണം പല നാളുകളായി KPCCയുമായി ക്രിസ്തീയ സമുദായം അകന്നു നിൽക്കുന്നു. അത് ആ വോട്ടുകൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ചിലരെങ്കിലും അതിൽ നിന്ന് BJPയിലേക്ക് മാറി ചിന്തിച്ചു തുടങ്ങി. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു മാറ്റം വേണം. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള ഒരു ആളിനെ KPCC അധ്യക്ഷനാക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടെങ്കിൽ പോലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും KPCC പുനഃസംഘടന എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം KPCCക്കൊപ്പം DCC പുനഃസംഘടനയെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 11 കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കും. കാരണം പ്രവർത്തന രംഗത്ത് മികവ് തെളിയിക്കാത്തവരെ പാർട്ടിയുടെ നേതൃനിരയിൽ വേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ KPCCയുടെ കാര്യത്തിലും DCCയുടെ കാര്യത്തിലും AICC നേതൃത്വം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും ആരായിരിക്കും KPCC പ്രസിഡന്റ് എന്നും പുനഃസംഘടന എപ്പോൾ നടക്കും എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അതേസമയം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറാൻ തയ്യാറായില്ല എങ്കിൽ അതൊരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെ സുധാകരന് മുകളിലേക്ക് ഒരു ഉന്നത അധികാര സമിതിയെ കൊണ്ടുവരും. അത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ, അതായത് പഴയ KPCC അധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുൻ KPCC അധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകിക്കൊണ്ട് പൂർണ്ണ നിയന്ത്രണം ഉന്നതാധികാര സമിതിയിലേക്ക് എത്തും. അത്തരത്തിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഒരുപക്ഷെ ആലോചിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട
ശരി, പുതിയ KPCC അധ്യക്ഷൻ ആര് എന്ന ചോദ്യം ഉയരുന്നു. കെ സുധാകരനുമായി ഹൈക്കമാൻഡ് വീണ്ടും ചർച്ച നടത്തി. സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ അതൃപ്തി അറിയിച്ച ഹൈക്കമാൻഡ്. KPCC പുനഃസംഘടനയിൽ കോൺഗ്രസിനെതിരെ യൂത്ത് കോൺഗ്രസ്.